എല്ലാവർക്കും നമസ്കാരം. അധ്യായം 2. ഓം നമോ ഭഗവതേ വാസുദേവായ. ഗീതാവിഷയ സംഗ്രഹം. സഞ്ജയ ഉവാച. ശ്ലോകം 1. തം തഥാ കൃപയാവിഷ്ടം അശ്രുപൂർണാകുലേക്ഷണം വിഷീദന്തമിദം വാക്യം ഉവാച മധുസൂദനഃ. സഞ്ജയ ഉവാച. സഞ്ജയൻ പറഞ്ഞു, തഥാ മുൻ പറഞ്ഞ പ്രകാരം കൃപയാൽ ആവിഷ്ടം ബാധിക്കപ്പെട്ടവനായി, അശ്രുപൂർണാകുലേക്ഷണം അശ്രുക്കൾ നിറഞ്ഞ കണ്ണുകളോടുകൂടിയവനായി, വിഷീദന്തം ഏറ്റവും വിഷാദത്തോടു കൂടിയിരിക്കുന്ന തം അവനോട്, മധുസൂദനൻ മധു എന്ന അസുരനെ കൊന്നവൻ, ഇതം വാക്യം ഈ വാക്യത്തെ വാച പറഞ്ഞു. സാരം. സഞ്ജയൻ പറഞ്ഞു, അങ്ങനെ കരുണാദ്രനായ അശ്രുക്കൾ നിറഞ്ഞ കണ്ണുകളോടെ നിൽക്കുന്നവനായ അർജുനനെ കണ്ടിട്ട് മധുസൂദനൻ പറഞ്ഞു. ഭാവാർത്ഥം. ഭൗതികമായ അനുകമ്പയും വിലാപവും കണ്ണുനീരുമെല്ലാം ആത്മാവിനെക്കുറിച്ചുള്ള അജ്ഞാനത്തിൻ്റെ ലക്ഷണങ്ങളാണ്. ശാശ്വതാത്മാവിനോടുള്ള അനുകമ്പയാണ് ആത്മസാക്ഷാത്കാരം. മധുസൂദന എന്ന നാമം ഇവിടെ അർത്ഥവത്താണ്. പണ്ട് മധു എന്ന രാക്ഷസനെ ഭഗവാൻ കൃഷ്ണൻ കൊന്നിട്ടുണ്ട്. ഇപ്പോൾ അർജുനന് വേണ്ടത് തൻ്റെ കൃത്യനിർവഹണത്തിന് തടസ്സമായി നിൽക്കുന്ന വ്യാമോഹം എന്ന അസുരനെ നശിപ്പിക്കലാണ്. എവിടെയാണ് കരുണ കാണിക്കേണ്ടതെന്ന് ആർക്കും അറിഞ്ഞുകൂടാ. മുങ്ങിച്ചാകാൻ പോകുന്ന ഒരാളുടെ ഉടുപ്പിനോട് കരുണ കാട്ടുന്നത് ബുദ്ധിശൂന്യതയാണ്. അജ്ഞാനമാകുന്ന കടലിൽ വീണ ഒരു മനുഷ്യൻ്റെ ഭൗതിക ശരീരത്തെ അഥവാ ഉടുപ്പ് രക്ഷിച്ചു എന്നതുകൊണ്ട് മാത്രം അയാൾ രക്ഷപ്പെടുന്നില്ല. ഇതറിയാതെ ആ വസ്ത്രത്തിനെക്കുറിച്ച് വൃഥാ വിലപിക്കുന്ന ഒരാളെ ശൂദ്രനായി മാത്രമേ കരുതാനാവൂ. അനാവശ്യമായി ദുഃഖിക്കുകയാണ് അയാൾ. അർജുനൻ ക്ഷത്രിയനാണ്. ക്ഷത്രിയന് അനുയോജ്യമല്ല ഈ സ്വഭാവം. ഇപ്രകാരമുള്ള പെരുമാറ്റം അർജുനനിൽ നിന്ന് പ്രതീക്ഷിച്ചിരുന്നില്ല. അജ്ഞനായ മനുഷ്യൻ്റെ വിലാപത്തെ ശമിപ്പിക്കുവാൻ കൃഷ്ണന് കഴിവുണ്ട്. അതിനുവേണ്ടിയാണ് അദ്ദേഹം ഭഗവത്ഗീത ഉപദേശിച്ചത്. ഈ അധ്യായത്തിൽ പരമാധികാരിയായ ശ്രീകൃഷ്ണ ഭഗവാൻ ഭൗതിക ശരീരത്തെയും ആത്മാവിനെയും കുറിച്ച് നിഷ്കൃഷ്ടമായ പഠനം നടത്തി നമ്മെ ആത്മസാക്ഷാത്കാരത്തിലെത്തിക്കുന്നു. കർമ്മഫലേച്ഛയില്ലാതെ തൻ്റെ മൂലസ്വരൂപ സങ്കല്പത്തിൽ വർത്തിക്കുമ്പോൾ മാത്രമേ ഈ ആത്മസാക്ഷാത്കാരം സാധ്യമാവൂ. ശ്ലോകം 2. ശ്രീ ഭഗവാനുവാച. കുതസ്ത്വാകസ്മലമിദം വിഷമേ സമുപസ്ഥിതം അനാര്യാജുഷ്ടം അസർഗം അകീർത്തികരമർജുന. ശ്രീ ഭഗവാനുവാച. ഭഗവാൻ പറഞ്ഞു, അർജുന, അല്ലയോ അർജുന, വിഷമേ ദുർഘടാവസ്ഥയിൽ അനാര്യാജുഷ്ടം ജീവിതമൂല്യം അറിയാത്തവർക്ക് ഉണ്ടാവുന്നത്, അസ്വർഗ്യം സ്വർഗപ്രാപ്തിക്ക് ഉതകാത്തതായത്, അകീർത്തികരം ദുഷ്കീർത്തികരവും ആയിരിക്കുന്ന, ഇതം കസ്മലം ഈ മാലിന്യം, ത്വാ നിന്നെ, കുതഹ എവിടെ നിന്ന്, സമുപസ്ഥിതം സമീപിച്ചിരിക്കുന്നത്. ശ്രീ ഭഗവാൻ പറഞ്ഞു, പ്രിയപ്പെട്ട അർജുന, നിനക്ക് എവിടെ നിന്നാണ് ഈ മാലിന്യം വന്നുപെട്ടത്? ജീവിതത്തിൻ്റെ മൂല്യം എന്തെന്ന് അറിയുന്ന ഒരാൾക്ക് ഇതൊട്ടും യോജിച്ചതല്ല. ഉപരിലോകങ്ങളിലേക്കല്ല, അകീർത്തിയിലേക്കാണിത് നയിക്കുക. ഭാവാർത്ഥം. പരമദിവ്യോത്തമ പുരുഷനും കൃഷ്ണനും ഒന്നുതന്നെ ആകയാൽ ഭഗവത്ഗീതയിൽ എങ്ങും അദ്ദേഹത്തെ ഭഗവാൻ എന്ന് ഘോഷിക്കുന്നുണ്ട്. പരമസത്യത്തിൽ ആത്യന്തികമായ സ്ഥാനമാണ് ഭഗവാനുള്ളത്. നിരപേക്ഷതത്വ സാക്ഷാത്കാരം 3 വിധത്തിലാണ്. ബ്രഹ്മം അഥവാ അവ്യക്തിഗതനും സർവവ്യാപിയുമാണ് ആത്മാവ്. പരമാത്മാവ് അഥവാ ഓരോ ജീവിയുടെയും ഹൃദയത്തിൽ പരമപുരുഷ ഭാവേന സ്ഥാനീയനായി കുടികൊള്ളുന്ന നിരപേക്ഷതത്വം ഭഗവാൻ അഥവാ പരമദിവ്യോത്തമ പുരുഷനായ കൃഷ്ണൻ. സൂര്യപ്രകാശം, സൂര്യോപരിതലം, സൂര്യഗ്രഹം എന്നിങ്ങനെ 3 മാനങ്ങളുള്ള സൂര്യനോട് ഈ 3 ദിവ്യഭാവങ്ങളെ ഉപമിക്കാം. സൂര്യപ്രകാശത്തെപ്പറ്റി മാത്രം പഠിക്കുന്നവൻ പ്രാഥമിക വിദ്യാർത്ഥിയാണ്. സൗരോപരിതലത്തെക്കുറിച്ച് അറിയുന്നവൻ കൂടുതൽ പുരോഗമിച്ചവൻ അത്രേ. സൂര്യഗ്രഹത്തിൽ കടക്കാൻ കഴിഞ്ഞയാൾ സർവോത്തമനും വിശ്വവ്യാപകതയും പ്രഭാപൂർണതയും അവ്യക്തഗത ഭാവവുമുള്ള സൂര്യപ്രകാശം മാത്രം മനസ്സിലാക്കുന്ന സാധാരണ വിദ്യാർത്ഥികളെ നിരപേക്ഷതത്വത്തിൻ്റെ ബ്രഹ്മൻ എന്ന ഭാവം മാത്രം മനസ്സിലാക്കിയവരോട് ഉപമിക്കാം.
പരമസത്യത്തിൻ്റെ പരമാത്മഭാവത്തെ അറിഞ്ഞ വ്യക്തിയെ സൂര്യഗോളത്തെക്കുറിച്ച് അറിഞ്ഞവനോട് താരതമ്യപ്പെടുത്താം. സൂര്യഗ്രഹത്തിൻ്റെ ഹൃദയാന്തർഭാഗത്ത് പ്രവേശിക്കാൻ കഴിയുന്നവർ ബ്രഹ്മസത്യത്തെ അറിയുന്നവൻ അതിനെ സമാനമായ 3 ഭാവങ്ങളിലാണ് സാക്ഷാത്കരിക്കുന്നത്. പരമസത്യത്തിൻ്റെ ആ ഭാവങ്ങൾ ബ്രഹ്മമായും പരമാത്മാവായും ഭഗവാനായും അറിയപ്പെടുന്നു. ക്ലൈബ്യം മാസ്മഗമ പാർത്ത നൈതത്വയ്യുപപദ്യതേ ക്ഷുദ്രം ഹൃദയ ദൗർബല്യം ത്യക്തോത്തിഷ്ഠ പരം തപാം. പാർത്ത, ഹേ പാർത്ത, ക്ലൈബ്യം, ക്ലൈബ്യത്തെ, മാസ്മാഗമ, നീ പ്രാപിക്കരുത്, ഏതത്, ഇത്, ത്വയി, നിന്നിൽ, ന ഉപപദ്യതേ, യോഗ്യമാവുന്നില്ല, പരന്തപ, ഹേ പരന്തപ, ശത്രുക്കളെ സംഹരിക്കുന്നവനെ, ക്ഷുദ്രം, ക്ഷുദ്രമായ, നിസ്സാരമായ, ഹൃദയ ദൗർബല്യത്തെ, ത്യജിച്ചിട്ട്, ഉത്തിഷ്ഠ, സ്ഥാനം ചെയ്യുക, എഴുന്നേൽക്കുക. ഹേ പാർത്ത, തരംതാണ ഈ ആണത്തമില്ലായ്മയ്ക്ക് അധീനനാകരുത്, നിനക്ക് യോജിക്കുന്നതല്ല ഇത്. ശത്രുക്കളെ ജയിക്കുന്നവനെ, ക്ഷുദ്രമായ ഹൃദയ ദൗർബല്യത്തെ ഉപേക്ഷിച്ച് എഴുന്നേൽക്കൂ. ഭാവാർത്ഥം: അർജുനനെ ഇവിടെ പാർത്ഥൻ, അതായത് പൃഥ്വിയുടെ പുത്രൻ എന്നാണ് വിളിക്കുന്നത്. കൃഷ്ണൻ്റെ പിതാവായ വസുദേവരുടെ സഹോദരിയാണ് പൃഥ അഥവാ കുന്തി. അങ്ങനെ കൃഷ്ണനുമായി അർജുനന് രക്തബന്ധമുണ്ട്. ഒരു ക്ഷത്രിയൻ്റെ പുത്രൻ പൊരുതാൻ വിസമ്മതിക്കുന്ന പക്ഷം അയാൾ പേരിനു മാത്രമേ ക്ഷത്രിയനാകൂ. ഒരു ബ്രാഹ്മണപുത്രൻ നീചകർമ്മങ്ങൾ ചെയ്താൽ അയാളും പേരിനു മാത്രമേ ബ്രാഹ്മണനാകുന്നുള്ളൂ. അത്തരം ക്ഷത്രിയനും ബ്രാഹ്മണരും സ്വപിതാവിൻ്റെ വില കുറഞ്ഞ സന്തതികളാണ്. അർജുനനെ അങ്ങനെ പൈതൃക ശ്രേഷ്ഠത നഷ്ടപ്പെട്ടവനായി കാണാൻ കൃഷ്ണൻ ഇഷ്ടപ്പെട്ടില്ല. തൻ്റെ ആത്മസുഹൃത്താണ് അർജുനൻ. തേരാളിയായി കൊണ്ട് കൃഷ്ണൻ അദ്ദേഹത്തെ നേരിട്ട് നയിക്കുകയും ചെയ്യുന്നു. ഈ മേന്മകളെല്ലാം ഉണ്ടായിട്ടും അർജുനൻ യുദ്ധത്തിൽ നിന്ന് പിന്മാറുകയാണെങ്കിൽ അത് ദുഷ്കീർത്തികരമായൊരു പ്രവൃത്തിയായി പോകും. അതുകൊണ്ടാണ് ഈ മനോഭാവം അർജുനൻ്റെ വ്യക്തിപ്രഭാവത്തിന് യോജിച്ചതല്ലെന്ന് കൃഷ്ണൻ പറഞ്ഞത്. ബഹുമാന്യനായ ഭീഷ്മരോടും മറ്റു ബന്ധുക്കളോടുമുള്ള മഹത്വപൂർണമായ സമീപന രീതി മുൻനിർത്തിയാണ് ഇങ്ങനെ പിന്മാറുന്നതെന്ന് അർജുനൻ വാദിച്ചേക്കാം. പക്ഷേ കൃഷ്ണൻ ഇത്തരം മഹാമനസ്കതയെ വെറും ഹൃദയ ദൗർബല്യമായാണ് കരുതിയത്. ഇത്തരം കപട മഹാമനസ്കത പ്രാമാണികന്മാരാൽ അംഗീകരിക്കപ്പെട്ടിട്ടില്ല. അഹിംസാതത്വം ഈ കപട മഹാമനസ്കത കൃഷ്ണൻ്റെ നേരിട്ടുള്ള ഉപദേശപ്രകാരം അർജുനനെ പോലുള്ള ഒരു വ്യക്തി പാടെ ഉപേക്ഷിക്കേണ്ടതാണ്. ശ്ലോകം 4. അർജുന ഉവാച: കഥം ഭീഷ്മമഹം സംഖ്യേ ദ്രോണം ച മധുസൂദനാം ഇഷുഭിഃ പ്രതിയോത്സ്യാമി പൂജാർഹാവരിസൂദനാം. അർത്ഥം: അർജുന ഉവാച, അർജുനൻ പറഞ്ഞു, ഹരിസൂദനാം, ശത്രുഞ്ജയനായ മധുസൂദന, അല്ലയോ മധുസൂദന, അഹം, ഞാൻ, സംഖ്യേ, യുദ്ധത്തിൽ, കഥം, എങ്ങനെ, പൂജാർഹവും, പൂജാർഹരായ, ഭീഷ്മം, ഭീഷ്മരെയും, ദ്രോണം ച, ദ്രോണരെയും, ഇഷുഭി, ഇഷുക്കളെ, ശരങ്ങളെ കൊണ്ട്, പ്രതിയോത്സ്യാമി, എതിരിടും. അർജുനൻ പറഞ്ഞു, ശത്രുനാശകനായ അല്ലയോ മധുസൂദന, പൂജാർഹരായ ഭീഷ്മരെയും ദ്രോണരെയും പോലുള്ളവർക്കെതിരെ ഞാനെങ്ങനെ അസ്ത്രങ്ങളാൽ തിരിച്ചടിക്കും. ഭാവാർത്ഥം: ബഹുമാന്യരായ ഭീഷ്മപിതാമഹനെയും ദ്രോണാചാര്യനെയും പോലുള്ള ഗുരുജനങ്ങൾ എന്നെന്നും പൂജനീയരാണ്. ഇങ്ങോട്ട് എതിർത്താലും അവർക്കെതിരെ തിരിച്ചടിക്കാൻ പാടില്ല. ഗുരുജനങ്ങളോട് വാക്സമരത്തിൽ പോലും ഏർപ്പെടരുതെന്നാണ് സാമാന്യ മര്യാദ. അവർ ചിലപ്പോൾ പരുഷമായി പെരുമാറിയേക്കാം, എങ്കിലും തിരിച്ച് അങ്ങനെ ചെയ്തുകൂടാ. അപ്പോൾ അർജുനൻ എങ്ങനെ അവരുടെ നേർക്ക് അമ്പെയ്യും? തൻ്റെ പിതാമഹനായ ഉഗ്രസേനനെയോ ഗുരുവായ സാന്ദ്രീമുനിയെയോ എതിർക്കാൻ കൃഷ്ണൻ തുനിയുമോ? ഇവയാണ് അർജുനൻ കൃഷ്ണനോട് ഉന്നയിച്ച ചില വാദമുഖങ്ങൾ. ശ്ലോകം 5. ഗുരുനഃ ത്വാ ഹി മഹാനുഭാവാൻ ശ്രേയോ ഭോക്തും വൈഷ്യമപീഹ ലോകേ അത്വാർത്തകം മാംസ്തും ഗുരുനിഹൈവ ഭുഞ്ജീയ ഭോഗാൻ രുധിരപ്രതിഗ്ധാൻ. മഹാനുഭാവാൻ, മഹാശയരായ ഗുരുക്കന്മാരെ,
അഹത്വ ഹനിക്കാതെ ഇഹലോകെ ഈ ലോകത്തിൽ ഭൈക്ഷ്യം ഭിക്ഷാന്നത്തെയും ഭോക്തും അനുഭവിക്കുന്നതും ശ്രേയ കൂടുതൽ നല്ലതാണ്. കിം തു എന്നാൽ ഗുരുക്കന്മാരെ ഹത്വ ഹനിച്ചിട്ട് ഇഹയേവ ഇവിടെ ഈ ലോകത്ത് തന്നെ രുധിര സിദ്ധാൻ ചോര നല്ലവണ്ണം പുരണ്ടവയും അർദ്ധകാമങ്ങളുമായ ഭോഗങ്ങളെ ഭുജിക്കണമോ? എൻ്റെ ഗുരുജനങ്ങളായ മഹാത്മാക്കളുടെ ജീവിതം കൊണ്ട് പന്താടുന്നതിനേക്കാൾ നല്ലത് ഭിക്ഷയാചിച്ച് ഉപജീവിക്കുന്നതാകും. ലൗകിക നേട്ടങ്ങൾ ആഗ്രഹിക്കുന്നവരെങ്കിലും ഗുരുജനങ്ങളായ അവർ വധിക്കപ്പെടുകയാണെങ്കിൽ നാം ആസ്വദിക്കുന്ന സുഖങ്ങളെല്ലാം രക്തപങ്കിലമായിരിക്കും. ഭാവാർത്ഥം: വൈദിക നിയമങ്ങളനുസരിച്ച് ദുഷ്കൃത്യം ചെയ്യുന്നവനും വിവേകം നശിച്ചവനുമായ ഗുരുവിനെ ഉപേക്ഷിക്കാം. ഭീഷ്മരും ദ്രോണരും ദുര്യോധനൻ്റെ സാമ്പത്തിക സഹായം സ്വീകരിച്ചു പോയതുകൊണ്ട് അയാളുടെ പക്ഷത്ത് ചേരാൻ ബാധ്യസ്ഥരായി. സാമ്പത്തിക പരിഗണനകൾക്ക് വശംവദരായി. അവർ അപ്രകാരം ചെയ്യാൻ പാടില്ലാത്തതായിരുന്നു. ഈ സാഹചര്യത്തിൽ അവർ ഗുരുത്വത്തിൻ്റെ മഹനീയത നഷ്ടപ്പെടുത്തി. എങ്കിലും അവർ ഉന്നതർ തന്നെയാണ്. അവരെ വധിച്ചതിന് ശേഷം നേടുന്ന ഭൗതിക സുഖങ്ങൾ രക്തക്കറ പുരണ്ടവയാണ്. അതുകൊണ്ട് ഗുരുജനങ്ങളെന്ന നിലയ്ക്കുള്ള ബഹുമാന്യത അവർക്ക് നഷ്ടപ്പെട്ടു കഴിഞ്ഞു. എങ്കിലും അവർ ഗുരുജനങ്ങളാണെന്നും അവരെ ഹിംസിച്ചിട്ട് നേടുന്ന സുഖഭോഗങ്ങൾ രക്തപങ്കിലങ്ങളാകയാൽ കൊള്ള മുതൽ ആസ്വദിക്കുന്നത് പോലെയാണെന്നും അർജുനന് തോന്നുന്നു. അടുത്ത ഭാഗം അടുത്ത വീഡിയോയിൽ.